മലയാളത്തിന്റെ പ്രിയ നടൻ സലീം കുമാറിന് വിട നൽകാൻ സാംസ്കാരിക കേരളം. വൈകിട്ട് പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം. വിഷ്ണു സുരേഷ്, ലിഡിയ ജേക്കബ് ഒപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ മറ്റു പ്രതിനിധികളും ചേരും. ആദ്യം വിഷ്ണു സുരേഷിലേക്ക് പോവുകയാണ്. വിഷ്ണു, ഇപ്പോഴുള്ളത് അമൃത ആശുപത്രിയിലാണ്. ഇന്നലെ രാത്രിയിലാണ് അമൃതയിൽ സലീം കുമാർ മരിച്ചത്. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ എത്ര മണിക്കാകും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുക? എങ്ങനെയാണ് വിവരങ്ങൾ? മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗമെന്ന് നമ്മൾ അദ്ദേഹം വിട പറഞ്ഞ ആ നിമിഷം മുതൽ ആവർത്തിക്കുകയാണ്. അതിപ്പോഴും തുടരേണ്ടതുണ്ട്. കാരണം ആ വിടവ് അത് നികത്താൻ പറ്റാത്ത ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മുറിയിൽ നിന്ന് അദ്ദേഹം കിടന്നിരുന്ന മുറിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ മൃതദേഹമുള്ളത് ഈ മോർച്ചറിയിലാണ്. രാവിലെ അദ്ദേഹത്തിന്റെ മകനടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇന്നലെ രാത്രി സിനിമാ പ്രവർത്തകർ, പ്രത്യേകിച്ച് പിഷാരടിയെ പോലുള്ള അല്ലെങ്കിൽ അമ്മയുടെ ഭാരവാഹികൾ, ഫെഫ്കയുടെ ഭാരവാഹികളൊക്കെ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് മൃതദേഹം ഇറക്കും. ഒരുപക്ഷെ രാവിലെ തന്നെ ചില ജനപ്രതിനിധികളും സിനിമാക്കാരും ഒക്കെ വീണ്ടും എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. 8 മണിയോടുകൂടി ആണ് ഇവിടെ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അതൊരു 8:30 സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നേരെ പറവൂർ ടൗൺ ഹാളിലേക്കാണ് കൊണ്ടുപോകുക. അവിടെയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. 9 മണി മുതൽ 1 മണി വരെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പറവൂരിന്റെ പ്രിയപ്പെട്ട പുത്രനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്തും. ആ 1 മണി എന്നുള്ളത് നീണ്ടുപോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. സലീം കുമാറിനെ കാണാൻ ഇന്നലെ രാത്രി അതീവ ശക്തമായ മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റിക്കൊണ്ട് പറവൂരിൽ നിന്നടക്കം തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ കാണുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ എത്തിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം വളരെ വൈകാരികമായ ബന്ധം എല്ലാ തലത്തിലുള്ള മനുഷ്യരുമായി വെച്ചു പുലർത്തിയിരുന്ന ഒരാളായിരുന്നു നമ്മുടെ സലീം കുമാർ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അതിവൈകാരികമായ ഇടപെടലുകളൊക്കെ ഒരു വിഷയത്തിൽ അതിവൈകാരികമായി തന്നെ അതിന്റെ അറ്റം, നമ്മൾ മലയാള ഭാഷയിൽ പറയാൻ അതിന്റെ അറ്റം കണ്ടിട്ടേ വിടൂ എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ അതിന്റെ എന്താണോ അതിന്റെ ഫോർമോസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഒരു വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. നിലപാടുകൾ തുറന്നു പറയാനും ഒരു തരത്തിലുള്ള മടിയും അദ്ദേഹം കാണിച്ചിട്ടില്ല. ഒരുപക്ഷെ പല ആളുകളും രാഷ്ട്രീയ നിലപാടുകൾ, പ്രത്യേകിച്ച് സാംസ്കാരിക സിനിമാ മേഖലകളിലുള്ള ആളുകളൊക്കെ ഈ രാഷ്ട്രീയ നിലപാടുകൾ തുറന്ന് പറയാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി ഫ്രീ ആണ്. പക്ഷെ അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ അത് മടിച്ചിരുന്നു. പക്ഷേ താനൊരു കോൺഗ്രസുകാരനാണ്, താൻ ആദ്യമായി മാലയിട്ട നേതാവ് അത് കെ കരുണാകരനാണ്. അതുകൊണ്ട് കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട്, താൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന് ഏറ്റവും അവസാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞിരുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി കൂടി വളരെ പൊളിറ്റിക്കലായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു സലീം കുമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിലും ആ രാഷ്ട്രീയം നിഴലിച്ചിരുന്നു. പ്രത്യേകിച്ച് കറുത്ത ജൂതൻ പോലുള്ള ഒരു സിനിമ വളരെ പ്രമേയം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയ നേടിയ ഒരു സിനിമയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഇതുവരെ പറയാത്ത ഒരു സിനിമയാണ് കറുത്ത ജൂതനിലെ ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കലായി കൂടി കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് സലീം കുമാർ. അതോടൊപ്പം തന്നെ മാനുഷികപരമായുള്ള പ്രാധാന്യം മറ്റ് സഹജീവികൾക്ക് നൽകിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കലാജീവിതം ആരംഭിക്കുന്നത് മഹാരാജാസ് കോളേജിലെ സ്റ്റേജുകളിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. പ്രീ ഡിഗ്രി പഠിച്ചിറങ്ങിയ ശേഷം അദ്ദേഹത്തിന് കോളേജിൽ തുടർ പഠനത്തിന് സാധ്യതയില്ലായിരുന്നു. പെട്ടെന്ന് അച്ഛന്റെ വിയോഗമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹം ഒരു ഭരതൻ മാഷിന്റെ കൈപിടിച്ചാണ് മഹാരാജാസ് കോളേജിലേക്ക് എത്തുന്നത്. ആ മഹാരാജാസ് കോളേജിലേക്ക് എത്താനുള്ള പ്രധാന കാരണം തന്നെ തനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാമല്ലോ, അങ്ങനെ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ 4 ആൾ അറിയും, അതുവഴി മറ്റു മേഖലകളിലേക്ക്, കലയുടെ മറ്റു മേഖലയിലേക്ക് പോകാമല്ലോ എന്ന പ്രതീക്ഷയോടുകൂടി മഹാരാജാസ് കോളേജിലേക്ക് എത്തിയതാണ് സലീം കുമാർ. ആ പ്രതീക്ഷ അദ്ദേഹം കൈവിട്ടില്ല, തെറ്റിക്കുകയും ചെയ്തില്ല. അവിടെ നിന്ന് അദ്ദേഹം നടത്തിയ യാത്ര അതിപ്പോൾ കേരള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു യാത്രയാണ്. അന്ന് പിന്നീട് സിനിമയിലേക്ക് എത്തുന്നു, 96-ൽ സിനിമയിലേക്ക് എത്തുന്നു. പക്ഷെ 2000-ലാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന സിബി മലയിൽ ചിത്രം പുറത്തിറങ്ങുന്നത്. ആ ചിത്രത്തിലാണ് അദ്ദേഹം ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നീട് തെങ്കാശി പട്ടണത്തിലേക്ക് എത്തുന്നു. അങ്ങോട്ട് റാഫി മെക്കാട്ടിൻ, ഷാഫി പോലുള്ള ഹിറ്റ് സംവിധായകരുടെ, അതായത് കൊമേഴ്ഷ്യൽ ഹിറ്റ് സംവിധായകരുടെ ഒരു പ്രധാനപ്പെട്ട എലമെന്റായി, അവരുടെ സിനിമകളിലെ പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമായി സലീം കുമാർ മാറുന്ന കാഴ്ച കണ്ടു. ആദ്യം ഷാഫിയും റാഫിയുമായിരുന്നെങ്കിൽ പിന്നീട് അത്
ലാൽ ജോസിലേക്ക് എത്തുന്നു. ലാൽ ജോസ് സിനിമകളിൽ നമ്മൾ ഈ സത്യനന്ദിക്കാട് സിനിമകളിൽ ചില കോമ്പിനേഷൻ അല്ലെങ്കിൽ ചില ആളുകളുണ്ട്. ഇപ്പോൾ ശങ്കരാടി, കരമന, അങ്ങനെ കുറെ ആളുകളുണ്ട്. അതുപോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാള് ലാൽ ജോസ് സിനിമകളിൽ പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളായി സലീംകുമാർ മാറുന്നു. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയെ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്കുണ്ട് മീശമാധവൻ എന്ന് പറയുന്ന സിനിമയിൽ. അതോടൊപ്പം തന്നെ ദാസപ്പനെ പോലുള്ള തെങ്കാശി പട്ടണത്തിലെ ദാസപ്പനെ പോലുള്ള കഥാപാത്രങ്ങൾ. പിന്നീട് ഷാഫിയുടെ പടത്തിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ, റഹിമക്കട്ടിന്റെ പടത്തിലേക്ക് എത്തുകയാണെങ്കിൽ തൊമ്മനും മക്കളിലെ രാജാക്കണ്ണനെ പോലുള്ള കഥാപാത്രങ്ങൾ. അപ്പോ ഒരു വശത്ത് ഈ കോമഡി അല്ലെങ്കിൽ ഈ ഹാസ്യം അതിന്റെ ഗ്രാഫ് വളരെ ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മലയാളികൾ ഇന്ന് പറയുന്ന സിനിമാ ഡയലോഗുകളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ച ഡയലോഗുകൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അദ്ദേഹം കേവലം ആ ഹാസ്യ സർക്കിളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹത്തിൽ മറ്റ് കഴിവുകളുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ മറ്റ് വശങ്ങൾ കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ലാൽ ജോസ് എന്ന സംവിധായകൻ തീരുമാനിക്കുമ്പോഴാണ് 2005 വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അത് അച്ഛനെ ഉറങ്ങാത്ത വീട് എന്ന സിനിമയിലെ മാനുവൽ എന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് അദ്ദേഹം ചെയ്തതോടുകൂടിയാണ് അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. സലീംകുമാർ ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമോ എന്ന് വളരെ ഞെട്ടലോടുകൂടി അല്ലെങ്കിൽ ആളുകളെ കരയിച്ചതാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളുകളൊക്കെ ആ സിനിമ കണ്ട് തിയേറ്ററിൽ കണ്ട് കരഞ്ഞ് പുറത്തേക്കിറങ്ങി, അല്ലെങ്കിൽ അത് വളരെ വികാരഭരിതമായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ ആ സിനിമ അത്രയും വലിയ ചർച്ചയായി. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം സലീംകുമാർ ആയിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം കോമഡി ട്രാക്കിലേക്ക് പോകുന്നു. ഒരുപാട് ഹിറ്റ് സിനിമകൾ, കൊമേഴ്ഷ്യൽ സിനിമകൾ 2005 ഇപ്പുറത്തേക്കാണ് ചോക്ലേറ്റ്, അതോടൊപ്പം തന്നെ തൊമ്മനും മക്കളും പോലുള്ള സിനിമകളൊക്കെ അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് 2010 എത്തുമ്പോൾ ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലൂടെ അദ്ദേഹം വീണ്ടും അഭിനയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക്, ദേശീയ തലത്തിലേക്ക് കേരളത്തിന്റെ അഭിമാനത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്നു. ദേശീയ നടനുള്ള പുരസ്കാരം കിട്ടി. 2010 അദ്ദേഹം ആദാമിന്റെ മകൻ അബു എന്ന സിനിമ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പാകെ വന്നൊരു സിനിമയാണ് മലർവാടി ആർട്സ് ക്ലബിലെ ശശി എന്ന കഥാപാത്രം. രണ്ട് കഥാപാത്രങ്ങളുടെയും എക്സ്റ്റെന്റുകൾ നമ്മൾ ആലോചിച്ചാൽ മതി. അതിന്റെ കഥ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടർ വേരിയേഷൻസ് നമ്മൾ ആലോചിച്ചാൽ മതി. എത്രത്തോളം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എത്രത്തോളം അഭിനയശേഷിയുള്ള ആളായിരുന്നു സലീംകുമാർ എന്നറിയാൻ ആ വർഷം ഇറങ്ങിയ 2 ചിത്രങ്ങളാണിത്. ആ 2 ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എത്രത്തോളം പ്രധാനപ്പെട്ട അഭിനയശേഷിയുള്ള ആളായിരുന്നു സലീംകുമാർ എന്നുള്ളത്. അതിനിപ്പുറത്തേക്ക് ഒരു 2015 ഇപ്പുറത്തേക്ക് അദ്ദേഹം അത്ര സജീവമായിരുന്നില്ല. 2015 അദ്ദേഹത്തിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതേ ആശുപത്രിയിൽ ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ചില സിനിമകളുടെ ഭാഗമായി അദ്ദേഹം വന്നെങ്കിലും ഒരു ത്രൂ ഔട്ട് സിനിമകളുടെ ഭാഗമായി അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനമൊക്കെ ചില സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ഫീൽ ചെയ്തിരുന്നു. കാരണം 2015 ഇപ്പുറത്തേക്ക് പിന്നീട് സോഷ്യൽ മീഡിയ കാലഘട്ടം വളരെ സജീവമായിരുന്നു. മീമുകളുടെയും ട്രോളുകളുടെയും കാലമായി മാറി. ആ മീമുകളും ട്രോളുകളും ഇന്നും അടക്കി ഭരിക്കുന്നത് അത് ഒരേ ഒരു രാജാവ് സലീംകുമാർ ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഈ പറയുന്ന ജെൻസി കിഡുകളൊക്കെ അവരുടെ മീമുകളിലും റീലുകളിലും അവരുടെ നിത്യജീവിതത്തിലെ ആളുകളെ അവരുടെ സുഹൃത്തുക്കളുമായൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയലോഗുകളൊക്കെ പോലും അത് സലീംകുമാറിന്റേതാണ്. കാരണം അത്ര ആ ഡയലോഗ് ഡെലിവറിയോട് കേവലം എഴുതി വെച്ചതുകൊണ്ട് മാത്രമല്ല, സ്വാഭാവികമായ ഒരു ഡയലോഗ് എഴുതി വെച്ചതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് എഴുതി വെച്ചതുകൊണ്ട് മാത്രമല്ല, അത് സലീംകുമാർ സ്ക്രീനിൽ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയുന്നത് കൊണ്ടാണ് ആ ഡയലോഗുകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും മനുഷ്യർക്കിടയിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒരാളാണ് സലീംകുമാർ. ആ സലീംകുമാർ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അദ്ദേഹം കരഞ്ഞപ്പോൾ മലയാളി കരഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചിരിച്ചപ്പോൾ, അദ്ദേഹം ചിരിപ്പിച്ചപ്പോൾ മലയാളി ചിരിച്ചിട്ടുണ്ട്. അതൊരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അസുലഭമായി കിട്ടുന്ന കാര്യമാണ്. അത് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പുരസ്കാരം അദ്ദേഹത്തിന് വേണ്ട എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ രാവിലെ സിനിമാ സംഘടനയിലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ഒരു 8 മണിയോടുകൂടി ഇവിടെ നിന്ന് പറവൂരിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഗോകുൽ, വിഷ്ണു സൂചിപ്പിച്ചത് എത്രയെത്ര സിനിമകൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ. നിത്യജീവിതത്തിൽ മലയാളി പലപ്പോഴും അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഡോണ്ട് ഡു ഐ ആം ദ സോറി അളിയ തുടങ്ങി നമ്മൾ ദിവസേന എത്രയോ സന്ദർഭങ്ങളിൽ, എത്രയോ വൈകാരികമായ നിമിഷങ്ങളെ പോലും അത്രത്തോളം ലൈറ്റാക്കാൻ ഉപയോഗിക്കുന്ന, എത്രയോ സംഘർഷഭരിതമായ സമയങ്ങളിൽ പോലും, സന്ദർഭങ്ങളിൽ പോലും അത്ര ലാഘവത്തോടുകൂടി നമ്മൾ അല്ലെങ്കിൽ അതിൽ ചിരി പടർത്തുന്ന അല്ലെങ്കിൽ ഒരു സൗഹൃദം പടർത്തുന്ന എത്രയോ ഡയലോഗുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച നടനാണ് കടന്നു പോകുന്നത്. അനുകരണത്തിലൂടെയാണ് തുടങ്ങിയത് അരങ്ങിൽ, അതിനുശേഷം അഭിനയത്തിലൂടെ വെള്ളിത്തിരയിൽ സജീവമായി. ഒരിക്കലും ഒരു താരമായിരുന്നില്ല, നടനായിരുന്നു. കാരണം ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്കാണ്, പറവൂരിലേക്കാണ്. പറവൂരിലെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ലിഡിയ ജേക്കബ് ഉണ്ട്. ലിഡിയ, ആ വീടിന്റെ പേര് തന്നെ ലോഫിംഗ് വില്ല എന്നാണ്. എക്കാലവും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും
വലിയ തിരിച്ചടികൾ നേരിടുമ്പോഴും ഒക്കെ ഒരു ചിരിയോടുകൂടി വീട്ടിലേക്ക് വരുന്ന എല്ലാവരെയും സ്വീകരിക്കുമായിരുന്നു സലീംകുമാർ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ഒരു വലിയ സുഹൃത്ത് വലയം തന്നെ അദ്ദേഹത്തിനുണ്ട്. എറണാകുളത്ത് പ്രത്യേകിച്ച് പറവൂരുകാർക്ക് അദ്ദേഹം ഒരു ദേശീയ അവാർഡ് നേടിയ നടനമൊന്നുമായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു പറവൂരുകാരൻ, സാധാരണ പറവൂരുകാരൻ. കാര്യമായി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അത്രത്തോളം പബ്ലിസിറ്റി കിട്ടാത്ത കൃഷിയായിരുന്നു എന്ന് മാത്രം. ആ വീടും ആ പരിസരവും സലീംകുമാറിന്റെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഇടമാണ്. അവിടേക്കിപ്പോൾ ആളുകൾ എത്തുന്നുണ്ടോ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ, അതിനുള്ള ക്രമീകരണങ്ങൾ? ഗൂഗിൾ, നിലവിൽ വീട്ടിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഞാനുള്ളത് പറവൂരിലെ ലാഫിംഗ് വില്ലയിലാണ്. ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ അത്രയധികം സന്തോഷവും ചിരിയും നിറഞ്ഞു നിന്ന ഒരു സ്ഥലം കൂടിയാണ് ലാഫിംഗ് വില്ല എന്നുള്ളതാണ്. സലീം കുമാറിന്റെ ജീവിതം പോലെ തന്നെ എക്കാലവും ചിരിച്ചു നിൽക്കുന്ന ഒരു വീട് തന്നെയാണ്. ഈ സലീം കുമാർ ഏറെ ആഗ്രഹിച്ച് പണിത ഒരു വീടാണ്. സിനിമയിൽ സജീവമായതിനു ശേഷം തനിക്ക് ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ നന്നായ ശേഷം താൻ ആഗ്രഹിച്ച് പണിത വീടാണ് ലാഫിംഗ് വില്ല എന്ന സലീം കുമാർ പല തവണ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വീടിനുള്ളിലെ ഇന്റീരിയർ വർക്കൊക്കെ സലീം കുമാർ നേരിട്ട് ചെയ്തത് കൂടിയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസൈനുകളും കാര്യങ്ങളും ഒക്കെ സലീം കുമാറിന്റെ ആഗ്രഹപ്രകാരം ചെയ്തത് കൂടിയാണ് എന്ന് പലതവണ പല അഭിമുഖങ്ങളിലും ഒക്കെ സലീം കുമാർ പറഞ്ഞത് കൂടിയാണ്. അത്തരത്തിൽ ഒരു ആഗ്രഹിച്ച് പണിത ഒരു ഭവനമാണ്. വളരെ നാൾ അദ്ദേഹം ഈ ഒരു വീട്ടിലായിരുന്നു ദീർഘനാളായി താമസിച്ചു വന്നിരുന്നത്. മക്കളും ഭാര്യയുമൊപ്പം ദീർഘനാളായി പറവൂരിലെ വീട്ടിൽ, പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതിയൊക്കെ വലിയ മോശമായ ഒരു സാഹചര്യത്തിലൊക്കെയും സലീം കുമാർ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. പക്ഷേ ഇവിടെ വരുന്ന എല്ലാവരെയും അതേ ചിരിയോടെ തന്നെ, നമ്മൾ എപ്പോഴും സലീം കുമാറിനെ എങ്ങനെയാണോ കാണുന്നത് അതേ ചിരിയോടെ തന്നെ ഏത് അവസ്ഥയിലും, അത് ആരോഗ്യാവസ്ഥ അത്രയധികം മോശമായ സാഹചര്യത്തിൽ കൂടിയും സലീം കുമാർ സ്വീകരിച്ചിരുന്നത് അതേ ചിരിയോടുകൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിന് ലാഫിംഗ് വില്ല എന്ന് പേരിട്ടത്. ഈ വീട്, ഈ ഒരു വീടിന് സമീപം ഒരു ചെറിയ മീൻകുളവും അതുപോലെ തന്നെ പച്ചക്കറിത്തോട്ടവും ഒക്കെ സലീം കുമാർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന സലീം കുമാർ ഒരു ഹാസ്യ നടനപ്പുറം, ഒരു മിമിക്രി കലാകാരനപ്പുറം സലീം കുമാർ നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു പറവൂരിനെ സംബന്ധിച്ചിടത്തോളം പറവൂറുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അവർക്ക് ഈ ഒരു നടൻ എന്ന സലീം കുമാറിനെ എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ, അവരുടെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ, അവരുടെ ഒരു വീട്ടിലെ അംഗമെന്ന രീതിയിൽ ഈ പറവൂരുകാർ സലീം കുമാറിനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. ഈ കൃഷിയിലൊക്കെ അവർ പങ്കാളികളായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പം ഈ സലീം കുമാറിന് ഈ ഒരു വിശ്രമ ജീവിതത്തിന്റെ സമയത്തും ഈ നേരിട്ട് കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തിയിരുന്നത് സലീം കുമാർ തന്നെയാണ്. ഈ ഒരു സിനിമാ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം അതിനുവേണ്ടി സമയം കണ്ടെത്തി ഈ ഏക്കറുകൾ കണക്കിന് നിലം എടുത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. അത് ഭാര്യയും അടക്കം കുട്ടികളുമൊക്കെ അത് നോക്കി നടത്താനായി ഒപ്പം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു പറവൂര് എന്ന ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിയോട്, അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു കൃഷിയോട്, പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി പേഴ്സണലാണ് എന്നുള്ളതാണ്. കാരണം ഈ ഒരു അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ്. അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ആളുകളാണ്. ഓരോ ആളുകളോടും, പറവൂരിലെ നാട്ടിലെ ഓരോ ചെറിയ കുട്ടികളോട് വരെ അത്രയധികം ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ ഒരു വീട്ടിലേക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്ന രീതിയിൽ അത്രയധികം സ്വാതന്ത്ര്യത്തോടെ ഈ ഒരു തീർച്ചയായും ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത പൊതുപരിപാടി പോലും, സലീംകുമാർ പങ്കെടുത്ത ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടി എന്നത് മുഖ്യമന്ത്രി വി ഡി സതീശന് നൽകിയ സ്വീകരണമാണ്. ആ വേദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ശ്വാസമെടുക്കാനടക്കം ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നായി അദ്ദേഹം സജീവമായ പ്രചാരണത്തിലുണ്ടായിരുന്നു. അതിൽ ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അടിമുടി കോൺഗ്രസ്സുകാരനായിരുന്നു. അച്ഛൻ സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങളിൽ ആകർഷനായ പിതാവിന്റെ മകനാണ്. മുമ്പ് കരുണാകരൻ കപിലിൽ തലോടി ഒരു കഥ പറഞ്ഞു എന്ന് KC വേണുഗോപാൽ അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഈ കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ പരിപാടി പറവൂരിലേതായിരുന്നു എന്നാണ് ഓർക്കുന്നത്. അങ്ങനെ പറവൂരിന്റെ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്.
ഗൂഗിൾ തീർച്ചയായും അത് തന്നെയാണ്. അടിമുടി രാഷ്ട്രീയക്കാരനായിരുന്നു സലീം കുമാർ എന്ന് തന്നെ വേണം പറയാൻ. അടിമുടി കോൺഗ്രസുകാരനായിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു പാരമ്പര്യത്തിൽ കൂടിയാണ് അദ്ദേഹം കോൺഗ്രസിൽ വരുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഓർമ്മിക്കുന്നു. സാധാരണഗതിയിൽ കലാകാരന്മാർ ഇടത് ചായ്വുള്ള അല്ലെങ്കിൽ CPM-നോട് ചായ്വുള്ള ആളുകളായിരിക്കും, മാർക്സിസ്റ്റ് പാർട്ടിയോട് ചായ്വുള്ള ആളുകളായിരിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആളല്ല താൻ അടിമുടി കോൺഗ്രസുകാരനാണ്. മുൻപ് തൊട്ടേ, ചെറുപ്പകാലം തൊട്ടേ താൻ ഈ കോൺഗ്രസുകാരൻ തന്നെയാണ്. അത് തുറന്നു പറയുന്നതിൽ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. തൻ്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിൽ, വിമർശനങ്ങൾ നടത്തുന്നതിലൊന്നും യാതൊരു മടിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ പൊതുപരിപാടി എന്ന് പറയുന്നത് VD സതീശന്റെ സ്വീകരണം തന്നെയാണ്. ആ ഒരു പരിപാടിയിൽ ശാരീരിക അവശതകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ ഊർജ്ജസ്വലനായി, വളരെ പ്രസന്നവതനായി തന്നെ അദ്ദേഹം കാണപ്പെട്ടു എന്നുള്ളതാണ്. ചിരിച്ച മുഖത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കുകയും VD സതീശന്റെ വിജയത്തിലൊക്കെ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പ്രചാരണത്തിൽ ഉടനീളം അദ്ദേഹം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി പ്രചാരണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. VD സതീശന്റെ റോഡ് ഷോകളിലൊക്കെ VD സതീശനോടൊപ്പം ജീപ്പിൽ, തുറന്ന ജീപ്പിലൊക്കെ അദ്ദേഹം സഞ്ചരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കാഴ്ച കണ്ടു. VD സതീശനായി വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ച കണ്ടു. അത്തരത്തിൽ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം VD സതീശനായി അദ്ദേഹം ഒരുപാട് കാലം VD സതീശനോട് വലിയ അടുപ്പം സൂക്ഷിച്ചു. ഈ പറവൂരുകാരോട് വലിയ അടുപ്പം സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് ഈ പറവൂരിനെ സംബന്ധിച്ചിടത്തോളവും സലീം കുമാർ എന്ന് പറയുമ്പോൾ ഒരു നടനപ്പുറത്തേക്ക് പറവൂരുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ആൾ കൂടിയാണ്. ഏറെ ഒരു സഹോദരനെ പോലെയാണ്. ഒരു അദ്ദേഹത്തിന് ഏറ്റവും, അതായത് പറവൂരുകാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കൂടിയാണ് എന്നുള്ളതാണ്. ഈ അദ്ദേഹത്തിന്റെ വിയോഗം പറവൂരുകാരെ സംബന്ധിച്ചിടത്തോളം അത്രയും പേഴ്സണൽ ആണ് എന്നുള്ളതാണ്. കാരണം എല്ലാ മുക്കിലും മൂലയിലും അദ്ദേഹം സഞ്ചരിച്ച് എല്ലാ ആളുകളുമായും ബന്ധം സ്ഥാപിച്ച്, അതും വൈകാരികമായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പവും തന്നെ സ്ഥാപിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു വീട് ഇത്ര മനോഹരമായി പണിതുയർത്തിയതിൽ തന്നെ അദ്ദേഹത്തിന് പല കാരണങ്ങളുമുണ്ടായിരുന്നു. അത് പല സമയങ്ങളിലായി അദ്ദേഹം പറഞ്ഞതുകൂടിയാണ്. പ്രത്യേകിച്ച് അത്ര സുഖകരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ബാല്യമെന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ദാരിദ്ര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവിതമാണ് ഒരു ബാല്യകാലം എന്ന് പറയുന്നത്. ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നു. പഠിക്കാനുള്ള ഒരു സാഹചര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രയധികം ദാരിദ്ര്യം വീട്ടിലുണ്ടായിരുന്നു. മിമിക്രിയിലൂടെയാണ് താൻ മുന്നോട്ട് പോയത്. മിമിക്രി അവതരിപ്പിച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് പഠിച്ചത്. വീട്ടിലേക്കും ഒരു പണം കൊടുത്ത് അത്തരത്തിലാണ് അദ്ദേഹം തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് സലീം കുമാർ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. താൻ എപ്പോഴെങ്കിലും തനിക്ക് പണം ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുമ്പോൾ തനിക്ക് വലിയൊരു വീട് വെക്കണം എന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം മുൻപ്, അതായത് ബാല്യകാലത്ത് ലഭിച്ച അല്ലെങ്കിൽ ബാല്യകാലത്തുണ്ടായിരുന്ന ഒരു ദാരിദ്ര്യാവസ്ഥയുടെ ഒരു പത്രം എന്നോണമാണ് താൻ ഒരു വലിയ വീടിനായി ആഗ്രഹിച്ചത്. തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് സുഖകരമായി ജീവിക്കാൻ അത്തരത്തിലുള്ള ഒരു സ്ഥലം വേണം, തനിക്ക് സുഖകരമായി ഇരിക്കാനുള്ളൊരു സ്ഥലം വേണം. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു വലിയ വീട് വെച്ചത് എന്നുള്ളത് കൂടി സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീട് വളരെ പേഴ്സണലായി സലീം കുമാർ ഡിസൈൻ ചെയ്തത് കൂടിയാണ്. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ സലീം കുമാർ എന്ന കലാകാരൻ എത്രത്തോളം, അത് ഒരു കോമഡിക്കപ്പുറം അല്ലെങ്കിൽ ഒരു ഹാസ്യനടൻ അപ്പുറത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടി, വീടിൻ്റെ ഇന്റീരിയർ ഡിസൈനിങ് അടക്കം ചെയ്യുന്നതിൽ കൂടി സലീം കുമാറിന്റെ കല എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ മനസ്സിലാകും. അത്തരത്തിൽ വളർന്നു വന്ന സാഹചര്യം, ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിന്റെ ഒരു ബാക്കി പത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് തന്നെ വേണം പറയാൻ. വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച, പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുക, മാറ്റി നിർത്തപ്പെടുക അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കുത്തുവാക്കുകൾ കേട്ടിരുന്നു. വലിയ സങ്കടങ്ങൾ, പൊട്ടിക്കരഞ്ഞ അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പല സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, പല ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, തൻ്റെ രൂപത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. അത്തരത്തിൽ അതിലൊന്നും തളരാതെ പോരാടിയ ഒരു ജീവിതം കൂടിയായിരുന്നു സലീം കുമാറിൻ്റെ എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം, അതായത് ഒരു ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം അത് ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഈ കയർ പിരിക്കുന്ന ജോലിയായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അതിനുശേഷം കയർ പിരിച്ചു കിട്ടുന്ന ഒരു പണം കൊണ്ടാണ് ഈ കുടുംബത്തെ അച്ഛൻ നോക്കിയിരുന്നത്. പ്രീ ഡിഗ്രിക്ക് ശേഷം ഇത്തരത്തിൽ അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മ കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഒപ്പം സലീം കുമാറും ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഈ പഠിക്കുന്ന സമയത്ത്, മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്
അമ്മയുടെ കമ്മൽ പണയം വെച്ച് ഫീസ് അടയ്ക്കുക, കോളേജ് ഫീസ് അടയ്ക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്രയധികം ദാരിദ്ര്യാവസ്ഥയിൽ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യത്തിലൊക്കെ ജീവിച്ചിരുന്നു. ഒരു അവസ്ഥ, ആ ഒരു കാലഘട്ടത്തെ സലീം കുമാർ പല സമയത്തും ഓർത്തെടുത്തിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പോരാട്ടം തന്നെയാണ്, ജീവിതത്തിലുള്ള ഒരു പോരാട്ടം തന്നെയാണ്. പല ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും അദ്ദേഹം പോരാടി മുന്നോട്ട് വരിക തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നാദിർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നാദിർഷ പലയിടങ്ങളിലും സലീം കുമാറിന് വേണ്ടി ചാൻസ് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. താൻ ആരോടും അങ്ങോട്ട് പോയി ചാൻസ് ചോദിച്ചിട്ടില്ല എന്ന് സലീം കുമാർ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ചാൻസ് ചോദിച്ച് നടക്കാനുള്ള ഒരു സമയം അത് തനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുകയാണ്, സിനിമയ്ക്ക് പുറകെ അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചാൻസ് ചോദിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ നാദിർഷ തനിക്ക് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ കടന്നു വന്ന ഒരു അഭിനേതാവ് കൂടിയാണ് സലീം കുമാർ. അദ്ദേഹത്തെ എല്ലാ രീതിയിലും ഒരു നടന് തന്നെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഹാസ്യ കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജനങ്ങളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് മികച്ച രണ്ടാമത്തെ നടൻ, അങ്ങനെ മികച്ച നടൻ, അങ്ങനെ വിവിധ ടൈറ്റിലുകൾ സ്വന്തമാക്കുക അപൂർവമായ ഒരു കോമ്പിനേഷനാണ്. അത് സാധ്യമാക്കിയ മലയാളത്തിലെ ഒരു നടനാണ്. സംസ്ഥാന അവാർഡിൽ അങ്ങനെ ഈ പല വിഭാഗങ്ങളിൽ ഒരുമിച്ച് അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു നടന്മാർ അത്ര അധികമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥ പറഞ്ഞു. ബോട്ട് മെക്കാനിക്കായി വരെ ജോലി ചെയ്യാൻ പോയി. അവിടെ അലർജി കാരണം ആ ജോലി ഉപേക്ഷിക്കുന്നു. പിന്നീട് വക്കീലാകുന്നു. ഉന്തിയ പല്ലും ഒട്ടിയ കവിളുമൊക്കെ കൊണ്ട് നിനക്ക് എങ്ങനെ സിനിമയിൽ അവസരം കിട്ടുമെന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വക്കീലായി ജോലി തുടങ്ങുന്നു. പിന്നീട് അത് ഉപജീവനമെന്ന നിലയിലാണ് വക്കീലാവുന്നത്. പിന്നീട് സിനിമയിൽ അദ്ദേഹത്തിന് അവസരം തേടിപ്പോകാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ മാത്രമേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു സമയമായപ്പോഴേക്ക് ഏതാണ്ട് 2000 അടുക്കുമ്പോൾ 2000 ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തേടി അവസരങ്ങൾ എത്തുന്ന നിലയിലേക്ക് വന്നു. പിന്നീട് നിരവധി പുരസ്കാരങ്ങൾ, മലയാളത്തിലെ പ്രമുഖ നടന്മാർക്ക് സ്വന്തമായ ടൈറ്റിലുകളൊക്കെയും അദ്ദേഹവും അവാർഡുകൾ നേടുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.